അവധിക്കാലം എന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ്. കാരണം അല്ലാത്ത സമയത്ത് എപ്പോഴും പഠിത്തം, ട്യൂഷൻ അങ്ങനെ നടക്കുമ്പോൾ അവധി കിട്ടുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമാണ്. അവർക്ക് അത്രയും ദിവസം റിലാക്സ് ചെയ്തൊന്ന് എൻജോയ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ കുട്ടികളെല്ലാം അവധിയാവാൻ വേണ്ടി കാത്തിരിക്കും. പക്ഷേ ഇന്നത്തെ പല മാതാപിതാക്കളും കുഞ്ഞുങ്ങളുടെ അവധിയാകാൻ കാത്തിരിക്കുകയാണ് അവരെ ട്യൂഷന് വിടാൻ. അവരെ പിന്നെയും അടുത്ത വർഷത്തെ കാര്യങ്ങൾ പഠിപ്പിക്കാനും അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ടൊക്കെ എക്സ്ട്രാ കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ടൊക്കെ അവരെ ട്യൂഷന് വിടാനായിട്ട് മാതാപിതാക്കൾ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അത് ചെയ്യുന്നത് ഭയങ്കര ക്രൂരതയാണ്. എസ്പെഷ്യലി കൊച്ചു കുഞ്ഞുങ്ങളോട് അത് കാണിക്കുന്നത് ഭയങ്കര ക്രൂരതയാണ്. 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളെ അങ്ങനെ ചെറുതിലെ അവരുടെ അവധി സമയം ഇങ്ങനെ ട്യൂഷനൊക്കെ വിട്ടിട്ട് പിന്നെ തിരിച്ച് വന്നിട്ട് ഹോംവർക്കൊക്കെ ചെയ്യിപ്പിച്ചിട്ട് അവർക്ക് ആ ഒരു അവധി എന്നുള്ളൊരു ഫീല് പോലും കൊടുക്കാത്ത ഒരുപാട് മാതാപിതാക്കളുണ്ട്. അത് ഭയങ്കര തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ചെറിയ കുട്ടികളെ എസ്പെഷ്യലി UKG, 1-ാം ക്ലാസ്, 2-ാം ക്ലാസ് ഇങ്ങനെയുള്ള കുട്ടികളെയൊക്കെ ഈ 2 മാസം അവധി കിട്ടിക്കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും അവർ പഠിച്ചത് പലപ്പോഴും മറന്നു പോകാറുണ്ട്. ഇപ്പോൾ അക്ഷരങ്ങളാണെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലും അങ്ങനെയൊക്കെ മറന്നു പോകാറുണ്ട്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യിപ്പിക്കാം. പക്ഷെ അതൊരു പ്രോപ്പർ ട്യൂഷൻ, പ്രോപ്പർ പഠിപ്പിക്കുന്ന രീതി അങ്ങനെയല്ലാതെ നമുക്ക് മാറ്റി പിടിക്കാം. ഇപ്പം എഴുതാതൊക്കെ ഇരിക്കുകയാണെങ്കിൽ അവരെഴുതി പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ 2 മാസമൊക്കെ തീരെ എഴുതാതിരിക്കുമ്പോഴത്തേക്കും അവർക്ക് ആ കിട്ടിയ സ്പീഡും കൂടെ നഷ്ടപ്പെടും എഴുതാനുള്ള. അപ്പം ഇതൊക്കെ ഒരു ഫണ്ണായിട്ടുള്ള രീതിയിൽ അവർക്ക് നമ്മൾ തന്നെ ഇരുന്ന് പറഞ്ഞു കൊടുക്കാം. എന്നാൽ അവർക്ക് അവധിയാണെന്നുള്ള ഫീല് തീർച്ചയായിട്ടും വേണം. അല്ലാതെ അന്നേരവും എന്നെ പഠിപ്പിക്കുവാണോ എന്നുള്ളൊരു ഫീല് വരാതെ അതൊരു ഫണ്ണി വേയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ അത് അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കാനായിട്ട് ഇടയ്ക്കൊരു ഗെയിം പോലെ കളിക്കാം. നമ്മൾ ഹസ്ബൻഡിൻ്റെ അടുത്തോ അല്ലെങ്കിൽ വീട്ടിലുള്ള അമ്മയുടെ അടുത്തോ ആരുടെ അടുത്തെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ ചോദിക്കുന്നു, അവരിടയ്ക്കിടയ്ക്ക് തെറ്റിക്കുന്നു. അപ്പോൾ മോനൊന്ന് കറക്റ്റ് പറഞ്ഞു കൊടുത്തേന്ന് പറയുന്നു, അല്ലെങ്കിൽ മോളൊന്ന് കറക്റ്റ് പറഞ്ഞു കൊടുത്തേന്ന് പറയുന്നു. അങ്ങനെ അവരെ കൊണ്ട് അതൊരു ഗെയിം പോലെ പല പ്രാവശ്യമായിട്ട് ചെയ്യിപ്പിക്കുക. അപ്പോഴും അത് കുത്തിയിരുന്ന് പഠിക്കുക എന്നുള്ളൊരു ഫീൽ അവർക്ക് വരാതെ നമുക്ക് നോക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ദിവസം ഒരു പേജെങ്കിലും കുഞ്ഞുങ്ങളെ കൊണ്ടൊന്ന് എഴുതിപ്പിക്കുന്നത് അവരുടെ എഴുത്തിൻ്റെ സ്പീഡ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ടൊക്കെ സഹായിക്കും. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുന്നത്, ഓക്കെ, ഐ ലവ് യു മോനെ എന്ന് പറഞ്ഞ് ഞാൻ 10 പ്രാവശ്യം എഴുതും. മോൻ ഒരു കാര്യം ചെയ്യും, ഐ ലവ് യു മോം എന്ന് പറഞ്ഞിട്ട് എത്ര പ്രാവശ്യം എഴുതാൻ പറ്റും? 10 പ്രാവശ്യം എഴുതുമോ? അമ്മയോട് എത്ര ഇഷ്ടമുണ്ടോ അത്രയും പ്രാവശ്യം എഴുതണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതിപ്പിക്കാം. അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള കാർട്ടൂൺ ക്യാരക്ടേഴ്സിൻ്റെ ഏതെങ്കിലും പേര്, അതിപ്പോൾ ആരാ കൂടുതൽ എഴുതുന്നത് നോക്കാം. ഞാൻ 10 പ്രാവശ്യം എഴുതും, അല്ലെങ്കിൽ ഞാൻ 20 പ്രാവശ്യം എഴുതും, നീ എത്ര പ്രാവശ്യം എഴുതുമെന്ന് നമുക്ക് നോക്കാം. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു ഫണ്ണി ഗെയിം പോലെ അവർക്കും അത് ഇൻട്രസ്റ്റ് ആവുന്ന രീതിയിൽ, എന്നാൽ അവരുടെ മനസ്സിൽ ചെല്ലേണ്ട കാര്യം, അവർ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ അവർ മറക്കാതിരിക്കാനും അടുത്ത വർഷം നമുക്കതൊരു വലിയ ബേർഡനായി തീരാതിരിക്കാനും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ അവരെ പ്രോപ്പറായിട്ട് ട്യൂഷന് വിടുക, അത് കഴിഞ്ഞ് പിന്നെയും വന്ന് ഹോംവർക്ക് ചെയ്യിപ്പിക്കുക, ഇതൊക്കെ ഈ അവധിക്ക് ചെയ്യിപ്പിക്കുന്നത് ഭയങ്കര കഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ്. ട്യൂഷൻ മാത്രമല്ല, പേരൻസിൻ്റെ ചോയ്സിൽ കുട്ടികൾക്ക് പോലും തീരെ ഇഷ്ടപ്പെടാത്ത പല കോഴ്സുകൾക്കും വിടുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവധിക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കാട്ടി ബെറ്റർ സ്കൂളിൽ പോകുന്നതായിരുന്നു എന്ന് കുഞ്ഞുങ്ങൾക്ക് തോന്നുന്ന രീതിയിലാണ് അവരെ പലതും പഠിപ്പിക്കാനായിട്ട് ഇങ്ങനെ കമ്പൽ ചെയ്ത് വിട്ടുകൊണ്ടിരിക്കുന്നത്. അവധിക്കാലം എന്ന് പറയുന്നത് അവർ എൻജോയ് ചെയ്യട്ടെ, അവരെ ജസ്റ്റ് വിടൂ. കാരണം ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒന്നും വെക്കാതെ അവരൊന്ന് റിലാക്സ് ചെയ്തോട്ടെ. കാരണം ഒരു വർഷക്കാലമായിട്ട് അവരിങ്ങനെ കണ്ടിന്യൂസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്യൂഷൻ, പഠിത്തം, ഒന്ന് ശരിക്കും TV കാണാനോ ഒന്ന് കളിക്കാനോ ഒന്നും മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവരിങ്ങനെ ഒരു അവധിയാകാൻ കാത്തിരുന്ന ഒരു അവധി കിട്ടുന്ന സമയത്ത് ഇതുപോലുള്ള 100 കൂട്ടം കാര്യങ്ങൾ കൊടുത്തിട്ട് കുഞ്ഞുങ്ങളുടെ അവധിയുടെ ആ ഒരു സന്തോഷം സ്പോയിൽ ചെയ്യാതിരിക്കുക.